this the power of a god? Your creation! സുക്കൂണയ്ക്ക് മാദ്ര ഡെഫീറ്റ് ചെയ്യാൻ ഒരേ ഒരു വഴിയുള്ളൂ, ജസ്റ്റ് ഒരെണ്ണം. ഈ ഒരു സിംഗിൾ അറ്റാക്ക് സുക്കൂണ മിസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫൈറ്റ് 3 സെക്കൻഡ്സിൽ തീരും. നമ്മളെല്ലാവരും വിചാരിക്കും ഇതൊരു ക്ലോസ് ഫൈറ്റ് ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിനെ ഒരു ഗോഡായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ഇതിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. സുക്കൂണയ്ക്ക് മാദ്രയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ. നമുക്ക് പ്ലോട്ട് ആർമർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് മെലോവലൻ ഷ്രൈനും പെർഫെക്റ്റ് സൂസാനോയും കൂടി ക്ലാഷ് ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്പീഡിനെ പറ്റി പറയാം. ജുജുട്സു കൈസനിൽ മാക് 3 എന്ന് പറയുമ്പോൾ സൗണ്ടിന്റെ സ്പീഡിനേക്കാളും 3 times ഉള്ള സ്പീഡ് തന്നെ ഒരു ഗോഡ് ടയർ സ്പീഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മാക്കി ഒരു വട്ടം ബുള്ളറ്റ് ക്യാച്ച് ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അതിനെ ഭയങ്കര സംഭവമായിട്ടാണ് കണ്ടത്. മാദ്ര ആണെങ്കിൽ ലൈറ്റ് സ്പീഡ് അറ്റാക്സിനായിട്ടാണ് റിയാക്ട് ചെയ്യുക. മാദ്രയുടെ ഒരു കാഴ്ചപ്പാടിൽ മാദ്ര ഇങ്ങനെ നോക്കുമ്പോൾ സുക്കൂണ സ്ലോ മോഷനിൽ പോണ പോലെയാണ് തോന്നുന്നത്. കാരണം ജുജുട്സു കൈസനത്തെ സ്പീഡ് ലെവലും നറൂട്ടോയിലെ മാദ്രയുടെ പെർസ്പെക്റ്റീവിലുള്ള സ്പീഡ് ലെവലും അത്രയും ഡിഫറൻസ് ആണ്. പക്ഷെ സുക്കൂണയ്ക്ക് സ്പീഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. സുക്കൂണയ്ക്ക് മാദ്രനെ ഡെഫീറ്റ് ചെയ്യാൻ വേറെയും വഴികളുണ്ട്. ഇനി ഞാൻ പറയാൻ പോണ സിനാരിയോ ആണ് എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ളത്. മെലവലൻ ഷ്രൈൻ്റെ ഒരു 1000 സ്ലാഷസും പെർഫെക്റ്റ് സുസാനോന്റെ അൾട്ടിമേറ്റ് ഡിഫൻസും കൂടി ക്ലാഷ് ആവണ മൊമെന്റ്. സുസാന എല്ലാം ഡിഫ്ലക്ട് ചെയ്യും. പക്ഷെ സുക്കൂണയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് വെറുതെ സാധനങ്ങളെ കട്ട് ചെയ്ത് കളയാൻ മാത്രമല്ല, അതിനെ അങ്ങോട്ട് ഡിസസംബിൾ ചെയ്ത് കളയുക ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദിക്കും സുസാനോടെ ചാക്ര ആർമറിന് ഇതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ക്യാച്ച് ഉണ്ട്. മാദർക്ക് പറക്കാൻ പറ്റും. സുക്കൂണയുടെ ഡൊമൈൻ ഒരു 200 മീറ്റർ റേഞ്ച് ഉണ്ട്. അപ്പം മാദർ ആ റേഞ്ചിന് പുറത്തേക്ക് പറന്ന് പോയിട്ട് ഒരു മീറ്റിയോർ ഡ്രോപ്പ് ചെയ്ത ഡൊമൈൻ ക്ലോസ്ഡ് ഗെയിം ഓവർ. പക്ഷെ സുക്കൂണയ്ക്ക് വേൾഡ് കട്ടിങ് സ്ലാഷ് ഉണ്ട്. അത് ചുമ്മാ ഒരു സാധനത്തിന് പോയി കട്ട് ചെയ്യല്ല, അത് സ്പേസിന് തന്നെയാണ് കട്ട് ചെയ്യണത്. അതിനെ അഗേൻസ്റ്റ് എത്ര പെർഫെക്റ്റ് ഡിഫൻസ് ആണെങ്കിലും കാര്യമില്ല, അതിപ്പോൾ സുസാനാണെങ്കിലും കാര്യമില്ല. ഈ ഒരു അറ്റാക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാദ്ര അപ്പം തന്നെ ഉണ്ടാവും. ഇതെല്ലാ ഡിഫൻസസിനെയും ബൈപ്പാസ് ചെയ്യും. ഈ ഒരു സെനാരിയോ മാത്രമാണ് ജുജുട്സു കൈസൻ ജയിക്കാൻ പോണത്. പക്ഷെ സുക്കൂണയ്ക്ക് ഇത് ലാൻഡ് ചെയ്യാൻ പറ്റുമോ? സുക്കൂണയ്ക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റാത്തൊരു സാധനം മാദ്രയുടെ ഇടയിലുണ്ട്. അതാണ് ഷരിങ്കാനും റിനഗാനും. മാദ്രയ്ക്ക് പാരലൽ ഡൈമെൻഷനിലായിട്ട് 4 ക്ലോൺസ് ഉണ്ട്. സുക്കൂണയ്ക്ക് ഇവരെ കാണാനും പറ്റില്ല, സെൻസ് ചെയ്യാനും പറ്റില്ല. സുക്കൂണ അവൻ്റെ ഡൊമൈൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു വിരൽ പൊക്കണതിന് മുന്നേ തന്നെ ഇതിലൊരു ക്ലോൺ വന്നിട്ട് അവൻ്റെ നെഞ്ചിൽ ഒരു തുളയിടാൻ പറ്റും. ഇനിയിപ്പോൾ അത് സർവൈവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഗെൻജുട്സു. സുക്കൂണയ്ക്ക് സുക്കുയോമി ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു വട്ടം മാദ്രയുടെ കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഒരു അടുത്ത 70 കൊല്ലം സുക്കൂണ അവൻ്റെ തലയിൽ തന്നെ ഇങ്ങനെ ഇമാജിനറി ബാറ്റിൽസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സുക്കൂണ കിങ് ഓഫ് കേഴ്സസ് ആണ്, പക്ഷെ മാദ്ര ഗോഡ് ഓഫ് ഷിനോബിയാണ്. സ്റ്റാറ്റ്സ് ആയാലും ഹാക്സ് ആയാലും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര വലുതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കമൻസും വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് സുക്കൂണയ്ക്ക് മാദ്രനെ എന്തായാലും ഡെഫീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ ഇടുക. ഇനി ഏതെങ്കിലും 2 അനിമേവേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.